ആക്സിഡന്റലി ഒരു ആ സ്കൂൾ സീസൺ നമ്മളൊരു മെയ് 15-ന് ശേഷം നമ്മളിങ്ങനെ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിൽ നെയിം സ്ലിപ്പുകൾ വരാൻ തുടങ്ങുന്ന ഒരു സമയമല്ല, പുതിയ നെയിം സ്ലിപ്പുകൾ. അപ്പൊ എന്നോട് ബദ്ർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പണ്ട് ഇങ്ങനെ ബദ്ർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പണ്ട് ഇങ്ങനെ പെങ്ങൾക്ക് ഓളെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുറെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നില്ലേ അപ്പോ പറഞ്ഞു അങ്ങനെ ഫ്രെയിമിന്റെ ഉള്ളിൽ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ കുറെ പൂവും കായുള്ള സെറ്റപ്പ് അല്ലേ ഞാൻ ചെയ്തത്, ഞാൻ കുറച്ചും കൂടി പണിയെടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് രാത്രി അന്നേരം നമ്മളൊന്നും വീട്ടില്ല, നമ്മളിങ്ങനെ രാത്രി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഡിസ്കഷൻ വന്നു, ഈ നെയിം സ്ലിപ്പിന്റെ സാധനം നമ്മൾ റീകോൾ ചെയ്തെടുത്തിട്ട് എന്തായാലും വെറുതെ ഇരിക്കില്ലേ നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചു. കറക്റ്റ്, സെപ്റ്റംബർ വരെ വലിയ പണിയൊന്നുമില്ല, നമുക്ക് ഇപ്പോ 2-3 ആഴ്ചത്തേക്ക് നമുക്കൊരു പരിപാടിയാവും, ഏർപ്പാട്. അതായത് മെയ് 15 സമയത്താണ് നമ്മുടെ ഡിസ്കഷൻ നടക്കുന്നത്. മെയ് 15 2022 23 ആ സമയത്താണ്. നമ്മളപ്പോ പിറ്റേന്ന് മുതൽ ബദറിന്റെ പണി, ഈ നെയിം സ്ലിപ്പ് പഴയ പോലെ ഒരു സാധനം അവൻ്റെ ഒരു കസിന്റെ മുകളിലുണ്ട്, ഇവിടെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തു. ഇവിടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് ഡിസൈൻ ചെയ്തു. പിന്നെ അതിൽ അവനെ അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ UX എക്സ്പേർട്ടാ, യൂസർ എക്സ്പീരിയൻസ് ലെവലും അടിപൊളിയാണ്. അപ്പോൾ അവൻ അതിലേക്ക് ഈ നെയിം സ്ലിപ്പ് പോയതിന്റെ കൂടെ തന്നെ ആഡ് ഓൺസ് ആയിട്ട് ചെറിയ കുറച്ച് ലേബിൾസ് ഒക്കെ ആഡ് ചെയ്തു. അതായത് നമുക്ക് വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റുന്ന, ടിഫിൻ ബോക്സിന്റെ മുകളിൽ, അങ്ങനത്തെ ചെറിയ സാധനങ്ങളിൽ അവരുടെ പേര് മാത്രമുള്ള ലേബിൾസും കൂടെ ഉള്ള അങ്ങനെ ഒരു പാക്കിങ്, ഒരു നല്ലൊരു പാക്കേജ് ആയിട്ട് ഇതിനെ സെറ്റ് ചെയ്തു. അത് സാധനം കണ്ടപ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ ഫാസിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സാധനത്തില്. ഞങ്ങൾ 3 പേരും ഭയങ്കര എക്സൈറ്റഡ് ആയി ഇവൻ സാധനം ചെയ്തും കൂടി കണ്ടപ്പോൾ. കറക്റ്റ്, എല്ലാരും ഓഫ്ലൈൻ ആയിട്ട് ലോക്കൽ ആയിട്ട് ഈ സാധനം ചെയ്യുന്നുള്ളൂ, ഓഫ്ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്, വളരെ കുറഞ്ഞ രീതി. അതിൽ തന്നെ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിനുള്ളിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് സെയിം ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഫോട്ടോ മാത്രം ആഡ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോ ഫുള്ള് ഒരാളെ ഫോട്ടോ കിട്ടില്ല, അത് ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് അത് കാർട്ടൂണൈസ് ചെയ്ത് ആ രീതിയിലൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു നെയിം സ്ലിപ്പിന്റെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഡിസൈൻ എന്തായാലും. അപ്പൊ അതിന് ഞങ്ങൾ ഇതിന് മുന്നേ വേറൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റെസ്യൂം ബിൽഡറിന്റെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു നെയിം സ്ലിപ്പ് ബിൽഡർ ഒരു രീതിയിൽ സെറ്റ് ചെയ്തു. എന്നാലും പകുതി പണി പത്രം എടുക്കണം ആ രീതിയിലൊക്കെ ആയിരുന്നു, ആ രീതിയിലൊക്കെ. എനിവേ ഞങ്ങളത് 23-ാം തീയതി 15-ാം തീയതി പ്ലാൻ ചെയ്തതാണല്ലോ, നമ്മൾ 24-ാം തീയതി 25-ാം തീയതി ആകുമ്പോൾ നമ്മളത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി അതിൽ ഈ സാധനം പോസ്റ്റ് ചെയ്ത് ചുമ്മാ ബൂസ്റ്റ് ചെയ്ത്. ഇപ്രാവശ്യം പോയി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, അല്ല ഞങ്ങൾ 22 മുതൽ ആൾക്കാർ ഞങ്ങളോട് ഇ കൊമേഴ്സ് വേണമെന്ന് പറഞ്ഞ് വരുന്ന നമ്മളെ എല്ലാ ക്ലയൻസിനെയും ഞങ്ങൾ തിരിച്ചയക്കലേನು ആയിട്ടില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്തു നോക്കൂ, എന്നിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ നമ്മളോട് 90-ലൊക്കെ ഒരു കസ്റ്റമർ ഒന്നും പറയാം പിന്നെ ഊക്കമോസിലും ചെയ്താൽ ശരിയാവില്ല, മിനിമം നമുക്ക് ലെറാവിലെങ്കിലും ഫുൾ കസ്റ്റമായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഇതാവുക രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ നേരെ തിരിച്ചു പറയാൻ തുടങ്ങി, ഇനി എനിക്ക് നിർബന്ധമാണ് ഒരു 10-15 രൂപ എടുത്തിട്ട് ഒരു ഊക്കമോസിൽ ഒരു സൈറ്റ് ഉണ്ടാക്കും. ആ മൂഡിലേക്ക് നമ്മൾ മാറി, കാരണം വാങ്ങാൻ ആളുണ്ടായിട്ട് ഈ സൈറ്റിനെ കൊണ്ട് കാര്യമുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, ക്ലിയർ ആയി. അതായത് വെറുതെ കുറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയുള്ള കാര്യമല്ല, കസ്റ്റമേഴ്സ് വേണം, മാർക്കറ്റിംഗ് ചെയ്യണം, ഗോ ടു മാർക്കറ്റ് വേണം. മെയ് 2023 നിങ്ങള് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാതെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വെച്ചിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. ആക്ച്വലി നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തു, നമ്മുടെ പ്രൊഡക്റ്റ് നെയിം സ്ലിപ്പാണ്. പ്രൊഡക്റ്റ് നെയിം സ്ലിപ്പാണ്, പക്ഷേ കോഡ് ചെയ്യാൻ തന്നിട്ടില്ല. ഓക്കെ.